അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു ചിക്കൻ്റെ റെസിപ്പി നോക്കാം. ചിക്കൻ നന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം സവാള നന്നായിട്ട് വറുത്ത് മാറ്റിയെടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻറ്റ്. നന്നായിട്ട് അത് തണുത്തതിന് ശേഷം നമ്മളിതുപോലെ കൈ വെച്ചിട്ട് സവാള ഒന്ന് ചെറുതാക്കി ഒന്ന് പൊടിച്ചെടുത്ത് വെക്കുക. ഇനി നമുക്ക് പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നിന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അടച്ച് വെച്ച് വേവിക്കുക. തക്കാളി നല്ലതുപോലെ വരുന്നത് വരെ വഴറ്റുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് തന്നെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് മസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ ഇത് സൂപ്പറാണ്.
നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല നല്ല സൂപ്പർ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്